നമസ്കാരം, ഇത് IBN മലയാളം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഒരു മാസം. 93 പേരുടെ ആശ്രിതർക്കായി 5.58 കോടി രൂപ കൈമാറി. നഷ്ടപരിഹാരം പോലും വാങ്ങാൻ ആളില്ലാതെ 58 കുടുംബങ്ങൾ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ഉറ്റവരാരും അവശേഷിക്കാതെ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായത് 58 കുടുംബങ്ങളാണ്. മരിച്ചവരുടെ ആശ്രിതർക്കായി സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം സ്വീകരിക്കാൻ ഈ കുടുംബങ്ങളിൽ നിന്ന് ആരും എത്തിയില്ല. സംസ്ഥാന സർക്കാർ നൽകുന്ന 6 ലക്ഷവും PMNR ഫണ്ടിൽ നിന്നുള്ള 2 ലക്ഷവും അടക്കം 8 ലക്ഷം രൂപയാണ് അടുത്ത ബന്ധുവിന് ലഭിക്കേണ്ടത്. എന്നാൽ ദുരന്തത്തിൽ മരിച്ച 270-ൽ 58 പേർക്ക് അടുത്ത ബന്ധുക്കളായി ആരും അവശേഷിക്കുന്നില്ല. മരിച്ചവരുടെ ആശ്രിതരിൽ 3 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. ഇവർക്ക് ധനസഹായം അനുവദിക്കുന്നതിന് മാനദണ്ഡം നിശ്ചയിച്ച് പുതിയ ഉത്തരവുകൾ ഇറങ്ങണം. 2 ഗ്രാമങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കിയ ദുരന്തത്തിൽ ഇതിനോടകം 93 പേരുടെ ആശ്രിതർക്ക് സംസ്ഥാന സർക്കാർ വിഹിതമായ 6 ലക്ഷം രൂപ നൽകി. 12 കേസുകളിൽ അടുത്ത ബന്ധുവിനെ നിശ്ചയിക്കുന്നതിൽ തർക്കം നിലനിൽക്കുന്നു. 7 ഇതര സംസ്ഥാനക്കാരുടെ ആശ്രിതർക്കും തുക നൽകാനുണ്ട്. തർക്കങ്ങളുള്ള കേസുകളിൽ അനന്തരാവകാശികൾ ആരെന്ന് കൃത്യമായി നിർണയിച്ച ശേഷമേ തുക കൈമാറാനാകൂ. അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ കുറഞ്ഞത് 3 മാസം എടുക്കും. വില്ലേജ് ഓഫീസർ അന്വേഷിച്ച ശേഷമേ സർട്ടിഫിക്കറ്റ് നൽകൂ. 2 അയൽവാസികളുടെയും വാർഡ് അംഗങ്ങളുടെയും മൊഴിയെടുക്കണം. അനന്തര അവകാശി മറ്റൊരു വില്ലേജിലാണെങ്കിൽ ആ വില്ലേജ് ഓഫീസറുടെ കീഴിലും അന്വേഷണം നടക്കണം. റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാർ ഗസറ്റിൽ പരസ്യം ചെയ്യണം. 30 ദിവസത്തിനുള്ളിലും ആക്ഷേപം ഒന്നുമില്ലെങ്കിൽ അടുത്ത ദിവസം സർട്ടിഫിക്കറ്റ് നൽകും. നടപടിക്രമങ്ങളിലെ സങ്കീർണതകൾ ഇല്ലാതാക്കാൻ പ്രത്യേക ഇളവ് അനുവദിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് IBN മലയാളം.